എൻ്റെ പേര് ടിൻറ്റു, ഇതെൻ്റെ ഹസ്ബൻഡ് റിജിൻ, ഇത് ഞങ്ങളുടെ മകളാണ് എലോറ മറിയം. ഉടമ്പടിയിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ മാതാവ് വഴി ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൽ 3 കാര്യങ്ങൾ, ഏറ്റവും വലിയ 3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2020 ഫെബ്രുവരി മാസം. ഞാൻ ഒരു നേഴ്സാണ്. അപ്പോൾ ഒത്തിരിയേറെ എക്സാമുകൾ എഴുതിയിട്ട് 3 പ്രാവശ്യം OET എക്സാം എഴുതി. 3ാമത്തെ പ്രാവശ്യമാണ് OET പാസ്സാവുന്നത്. അപ്പോൾ അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാനത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനുശേഷം 2023 ജനുവരി മാസം ഞാൻ UK നിന്ന് ഇവിടെ വരുന്നത് എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു വിവാഹത്തിന്. എനിക്ക് അന്ന് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ പറ്റി, ഉടമ്പടി പുതുക്കാൻ പറ്റി. അപ്പോൾ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിൻ്റെ വിവാഹം ഒരു തടസ്സവും കൂടാതെ 7 മാസത്തിനുള്ളിൽ നടക്കുമെന്നാണ്. ഞാൻ അച്ഛൻ്റെ ആ വാക്ക് വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഫെബ്രുവരിയിൽ തിരിച്ച് UK പോയി. 3 മാസത്തിന് ശേഷം മെയ് 28-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. വളരെ ഭംഗിയായി വിവാഹം കഴിഞ്ഞ് എനിക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ തിരിച്ചു പോയി. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേപ്പർ വർക്ക് തുടർന്ന് വളരെ ഭംഗിയായി നടന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ ഹസ്ബൻഡും UK അതിനുശേഷം വളരെ സന്തോഷകരമായി ഞങ്ങൾ ജീവിച്ചു പോകുന്നു. ഒക്ടോബർ മാസം എനിക്ക് അതികഠിനമായ വയറുവേദന അനുഭവപ്പെട്ടു. ഞങ്ങൾ ആദ്യം പ്രഗ്നൻസി സസ്പെക്റ്റ് ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി, എമർജൻസി ചെന്നു. അവർ പെയിൻ കില്ലേഴ്സൊക്കെ തന്നു, കുറേ ടെസ്റ്റുകൾ ചെയ്തു, അൾട്രാസൗണ്ട്, CT. അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവർ പ്രഗ്നൻസി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് CT സജസ്റ്റ് ചെയ്തു. CT വിത്ത് കോൺട്രാസ്റ്റ് ആണ് ചെയ്തത്. പ്രഗ്നൻ്റായ ആർക്കും CT കോൺട്രാസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ പ്രഗ്നൻസി നെഗറ്റീവ് അൾട്രാസൗണ്ടിൽ കാണിച്ചതുകൊണ്ട് എനിക്ക് CT കോൺട്രാസ്റ്റാണ് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു പ്രഗ്നൻസി നെഗറ്റീവാണ്, കുറച്ച് പെയിൻ കില്ലേഴ്സൊക്കെ തന്നു വിട്ടു. ദെൻ ഞങ്ങൾ വീട്ടിൽ വന്ന് പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ എൻ്റെ വയറുവേദന കുറയും, പക്ഷേ വീണ്ടും കൂടും. വീണ്ടും എമർജൻസി പോവും രാത്രി. ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരുന്നു. ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസോ ടെസ്റ്റുകളോ ചോദിച്ചിട്ട് അവർ തന്നില്ല. അത് UK ആ ഒരു സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും നെഗറ്റീവ് ആയതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലോട്ട് ട്രീറ്റ്മെൻറ്റിന് ഇതെന്താ കാരണമെന്നറിയാൻ വേണ്ടിയിട്ട് വരാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ ഞാൻ രാത്രി ഉടമ്പടി പ്രാർത്ഥനയും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയൊക്കെ ചൊല്ലും. ആ ചൊല്ലണ സമയത്ത് എൻ്റെ മനസ്സിൽ പറയുക, പ്രഗ്നൻസി നീ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യുന്ന അമ്മ ഉള്ളിൽ പറയണ പോലെ എനിക്ക് തോന്നി. പക്ഷേ ഒരാഴ്ചയായിട്ടുള്ളൂ CT കോൺട്രാസ്റ്റ് സ്കാൻ ചെയ്തിട്ട് അത് നെഗറ്റീവായിരുന്നു. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പോസിറ്റീവായി. അപ്പോൾ എനിക്ക് വളരെയേറെ സങ്കടവും വിഷമവും ഒക്കെ തോന്നി. കാരണം ഞാൻ ഇങ്ങനെ ഒരു സ്കാനിങ് ചെയ്തു പോയല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് മാതാവ് അതിനുള്ള ഒരു വഴിയും കാട്ടിത്തരും. ഞങ്ങൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്തു. അപ്പോൾ അവർക്കും അതൊരു പുതിയ കാര്യമായിരുന്നു. കാരണം ഒരാഴ്ച ഗ്യാപ്പിൽ CT വിത്ത് കോൺട്രാസ്റ്റ് ചെയ്ത ഒരാൾ ഒരിക്കലും പ്രഗ്നൻ്റ് ആവില്ല. അവർ എനിക്ക് വീണ്ടും എമർജൻസി ഒരു സ്കാനിങ് തന്നു. അതിൽ സ്കാൻ ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെ വരേണ്ടതല്ല, അത് എന്താണെന്ന് അവർക്കും അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു അതൊരു ലൈവ് പ്രഗ്നൻസി ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം സങ്കടമായി ഞങ്ങൾക്ക്. പക്ഷെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഒരു വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് റിപ്പീറ്റ് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. റിപ്പീറ്റ് സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അത് ഒരു സിസ്റ്റ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു, പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരു സ്കാനിങ്ങും കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ അവർ പറയുക ഫൈബ്രോയിഡ് ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് ഓപ്ഷൻ തന്നു, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാം പ്രഗ്നൻസി. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം മാതാവിൽ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യവും എനിക്ക് സാധിച്ചു കിട്ടാതിരുന്നിട്ടില്ല. ഞാൻ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോയി മാതാവിൽ പ്രാർത്ഥിച്ചു. എനിക്ക് 2 മാസം കൂടുമ്പോൾ അങ്ങനെ സ്കാനിങ് അവിടെ കിട്ടുന്നതല്ല. പക്ഷേ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായതുകൊണ്ടായിരിക്കാം എനിക്ക് എല്ലാ 2 മാസം കൂടുമ്പോഴും സ്കാനിങ് ഉണ്ടായിരുന്നു. തുടർന്നുള്ള സ്കാനിങ്ങിൽ ഈ സിസ്റ്റോ ഫൈബ്രോയിഡോ ഒന്നും കാണിച്ചിട്ടില്ല. അത് എവിടെ പോയെന്നോ അവർക്കും അറിയില്ല.
പിന്നീട് അവർ ഹോർമോൺ ടെസ്റ്റ് ചെയ്യും. അതിലെനിക്ക് പാപ്പ ഹോർമോൺ എന്ന് പറഞ്ഞ ഹോർമോൺ കുറവായിരുന്നു. ഈ പാപ്പ ഹോർമോണാണ് ആ കുട്ടീനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പ്രഗ്നൻസി പ്ലാസെൻ്റൽ ഹോർമോൺ. അതെനിക്ക് കുറവായിരുന്നു. അവർ ആസ്പിരിൻ ടാബ്ലറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. എനിക്ക് വളരെയേറെ ടെൻഷനായിരുന്നു. പക്ഷെ ഞാനത് എടുത്തു, പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും പരീക്ഷണങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. പ്രഗ്നൻസിയിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യും. അതിൽ അവർ പറഞ്ഞു ബോർഡർ ലൈനാണ്, ഷുഗറുണ്ട്, അപ്പോൾ മെഡിസിൻ എടുക്കണം. ആദ്യം ഡയറ്റ് കൺട്രോൾ ചെയ്തു, പിന്നെ മെഡിസിൻ എടുത്തു, ഇൻസുലിൻ എടുത്തു. അപ്പോൾ ഓരോ സ്റ്റേജിലും ത്രൂ ഔട്ട് പ്രഗ്നൻസി ഒത്തിരിയേറെ കോംപ്ലിക്കേഷനിലൂടെ ഞാൻ കടന്നുപോയി. പക്ഷേ ലാസ്റ്റ് അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയപ്പോൾ എന്ത് കോംപ്ലിക്കേഷൻ അവർ പറഞ്ഞാലും ടെൻഷൻ ആദ്യം കേൾക്കുമ്പോൾ ഉണ്ടെങ്കിലും അത് മാതാവ് നടത്തുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായി. ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി വന്നപ്പോൾ അവർ സ്കാനിങ്ങിൽ പറഞ്ഞു കൊച്ചിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ഞങ്ങൾ നോർമൽ ഡെലിവറിയാണ് സസ്പെക്റ്റ് ചെയ്തത്. അവർ മിഡ് വൈഫാണ് അവിടെ നോക്കുക പ്രഗ്നൻസി. അവർ പറഞ്ഞു ഡോക്ടേഴ്സിനെ കാണണം. അപ്പോൾ ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ CS എടുത്തോ, CS ആണെങ്കിൽ നമുക്ക് ടെൻഷനില്ല, ബേബി നോർമൽ ഡെലിവറി നടക്കുമെന്നൊരു ഡൗട്ടാണെന്ന്. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ CS എടുത്തു. പക്ഷേ അത് നല്ലൊരു ഓപ്ഷനായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഒത്തിരി ഡിലേ ആണ്. ഒത്തിരി ടൈം എടുത്ത് അവർ നോർമലായാൽ മാത്രമേ നമുക്ക് അഡ്മിഷനൊക്കെ തരുള്ളൂ. പക്ഷേ CS ആയതുകൊണ്ട് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഡേറ്റും ടൈമും കിട്ടി. അങ്ങനെ ജൂലൈ 10 9 മണി ടൈം തന്നു. ഞങ്ങൾ നോർമൽ അഡ്മിഷൻ പോലെ ചെന്നു. ഡെലിവറി 9:15 ഞങ്ങളെ ഉള്ളിൽ കയറ്റി. 9:32 ഞങ്ങൾക്ക് സിസേറിയനിലൂടെ ഒരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. യാതൊരുവിധ കോംപ്ലിക്കേഷൻസും അതിനുശേഷം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ മാതാവിൻ്റെ പേരാണ് മിഡിൽ നെയിം കൊടുത്തേക്കുന്ന മറിയം. ഇപ്പോൾ 6 മാസമായി. മാതാവിൻ്റെ വളരെയേറെ സംരക്ഷണത്തിലാണ് അവൾ. ഉള്ളിലുണ്ടായിരുന്നപ്പോഴും പുറത്തുള്ളപ്പോഴും ഒത്തിരിയേറെ അനുഗ്രഹം മാതാവ് അവൾക്ക് ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ആദ്യത്തെ പ്രഗ്നൻസിയാണ് എനിക്ക്, ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അപ്പോൾ അമ്മേനെ UK കൊണ്ടുപോകണം എന്ന്. ഒത്തിരിയേറെ വിസ റിജക്ഷൻസ് ഉണ്ട് UK ഇപ്പോൾ. പക്ഷേ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞു, ഇത്രയേറെ പ്രശ്നങ്ങളുണ്ട്, അമ്മ അത് അതിൻ്റെ പേപ്പറുകൾ അമ്മ വഴി അത് നടത്തി തരണം എന്ന്. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അത് അവർ അപ്രൂവ് ചെയ്തു. അങ്ങനെ അമ്മയ്ക്ക് വിസിറ്റിംഗ് വിസ കിട്ടി. വളരെ ഭംഗിയായിട്ട് ത്രൂ ഔട്ട് പ്രഗ്നൻസി ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടായെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് അമ്മ ഇതുവരെ എത്തിച്ചു. ഇവളുടെ ബാപ്റ്റിസം ആയിരുന്നു ഡിസംബർ 29. എല്ലാ കാര്യങ്ങളിലും മാതാവിൻ്റെ ഒരു ഭയങ്കര സംരക്ഷണം എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പം എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എനിക്ക് ഒത്തിരി ടെൻഷനുള്ള ആളാണ്. ആ ടെൻഷനുകൾ എനിക്ക് കിട്ടിയാലും അത് വളരെയേറെ സന്തോഷത്തോടു കൂടി അത് അമ്മ എനിക്കൊരു വഴി തരും എന്നുള്ളൊരു വിശ്വാസം ഇന്നുണ്ട്. പിന്നെ ഡ്യൂട്ടി സ്ഥലത്തൊക്കെ ആണെങ്കിലും എനിക്കറിയില്ല ഈ ഉടമ്പടിയിൽ ഇരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ചെയ്യുന്ന ഡ്യൂട്ടി വളരെ മനോഹരമായിട്ട് ചെയ്യാനും കാണുന്ന പേഷ്യൻസിലൂടെ രോഗികളെ വളരെ നന്നായി ശുശ്രൂഷിക്കുവാനും ഒക്കെ എനിക്ക് സാധിച്ചു. അതെല്ലാം ഈ ഉടമ്പടിയുടെ ഒരു സംരക്ഷണമാണ്. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് തന്ന ഈ ഏറ്റവും വലിയ അനുഗ്രഹത്തിനെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. അടുത്ത മാസം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിലും മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. ആ ഒരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ നിർത്തുന്നു.